ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സ്പ്രിംഗ് സെക്യൂരിറ്റി ഓതറൈസേഷനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ സ്പ്രിംഗ് സെക്യൂരിറ്റിയിലെ ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു. ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷൻ, അതുപോലെ JDBC ഓതൻറ്റിക്കേഷൻ, LDAP ഓതൻറ്റിക്കേഷൻ എല്ലാം. അപ്പോൾ ഇതിൽ നമ്മൾ ആ എക്സാമ്പിൾ ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷന് യൂസ് ചെയ്തിരിക്കുന്ന അതേ എക്സാമ്പിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെമ്മറിയിൽ രണ്ട് മൂന്ന് യൂസറിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ഓരോ യൂസറിനും ഡിഫറെൻ്റ് റോള് നമ്മൾ അസൈൻ ചെയ്യുന്നു. നമ്മൾ ഡിസൈൻ, അതായത് ഓതൻറ്റിക്കേഷൻ എക്സാമ്പിൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ആ എക്സാമ്പിളിൽ ഓരോ യൂസറിനും നമ്മൾ ഓരോ റോളാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ പാർട്ട്, അതായത് ഓതൻറ്റിക്കേഷൻ പാർട്ട്, കോഡിൻ്റെ ആ പാർട്ട് നമ്മൾ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഓതറൈസേഷൻ്റെ പാർട്ടാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രൊജക്റ്റിൽ അത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ പ്രൊജക്റ്റ് യൂസ് ചെയ്ത് അതേ ഭാഗങ്ങൾ തന്നെ നമ്മൾ ഇതിലും യൂസ് ചെയ്യുവാണ്. പ്ലസ് നമ്മൾ ഓതറൈസേഷന് വേണ്ടിയിട്ട് ഓതറൈസേഷൻ്റെ കോഡും നമ്മൾ എഴുതുന്നതാണ്. അപ്പോൾ ഈ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ യൂസറിനും ഏതെല്ലാം റോളുകളാണ് ഉള്ളത് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റോളിലുള്ള യൂസേഴ്സിന് മാത്രമേ ഓരോ പർട്ടിക്കുലർ APIയും അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ URIയും റിക്വസ്റ്റ് മാപ്പിങ്ങും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു അഡ്മിൻ ആയിട്ടുള്ള ഒരാൾക്ക് എല്ലാ URLും ആക്സസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യൂസർ ആയിട്ടുള്ള ഒരാൾക്ക് ചില URLേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നമ്മളിവിടെ ഒരു 3-4 റിക്വസ്റ്റ് മാപ്പിംഗ് URLs അല്ലെങ്കിൽ URIs ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് ഓരോന്നിനും ഓരോ ആക്സസ് ലെവല്, അല്ലെങ്കിൽ ഓരോ റോളിനും ഓരോ ആക്സസ് ലെവല് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. സ്പ്രിംഗ് ബൂട്ട് ഓതൻറ്റിക്കേഷൻ എക്സാമ്പിളിൽ യൂസ് ചെയ്ത അതേ പ്രോഗ്രാം തന്നെയാണ് നമ്മൾ ഈ ഓതറൈസേഷൻ എക്സാമ്പിളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ pom.xml നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം, നമ്മൾ രണ്ട് സ്റ്റാർട്ടർ ഡിപ്പെൻഡൻസീസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടർ വെബും അതുപോലെ തന്നെ സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടർ സെക്യൂരിറ്റിയും. ഇപ്പോൾ ഇതൊരു റെസ്റ്റ് ബേസ്ഡ് പ്രോജക്റ്റ് ആയതുകൊണ്ട് സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടർ വെബ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി സ്റ്റാർട്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം, ഇവിടെ ഒരു ഡെമോ ആപ്ലിക്കേഷൻ, മെയിൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി കൺട്രോളർ, റെസ്റ്റ് കൺട്രോളർ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഫിഗറേഷൻ ഫയലുണ്ട്, ഒരു കോൺഫിഗറേഷൻ ക്ലാസ്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ റെസ്റ്റ് കൺട്രോളർ നോക്കി അറിയാം. ഇത് നമ്മുടെ റെസ്റ്റ് കൺട്രോളർ അനോട്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റെസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രോളറാണ്. അതുപോലെ തന്നെ ഗെറ്റ് മാപ്പിംഗ് മെത്തേഡുകളിലെ ഒരു 4 മെത്തേഡുകൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് റിക്വസ്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്ലാഷ് എന്ന് പറഞ്ഞ URL വന്നിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഓൾ യൂസർ എന്ന മെത്തേഡും, അതുപോലെ തന്നെ സ്ലാഷ് യൂസർ എന്ന് പറഞ്ഞ റിക്വസ്റ്റ് മാപ്പിംഗ്, അതായത് URI വന്നാൽ ഗെറ്റ് യൂസർ മെത്തേഡും, അതുപോലെ തന്നെ സ്ലാഷ് മാനേജർ എന്ന URI വന്നാൽ ഗെറ്റ് മാനേജർ മെത്തേഡ്, അതുപോലെ തന്നെ സ്ലാഷ് ഹോം എന്ന് വന്നാൽ ഗെറ്റ് ഹോം. ഇങ്ങനെ ഒരു 4 മെത്തേഡുകളാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 4ഉം ഗെറ്റ് മാപ്പിംഗ് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡുകളാണ്. ഇതെന്തിനാണിത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അതായത് ഓതറൈസേഷൻ റോളുകൾ, ഓരോ യൂസറും ഓരോ റോളുകളിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ഓരോ റോളിനും ഏതൊക്കെ മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെത്തേഡ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ അതൊരു കൂടുതൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇവിടെ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നമ്മളൊരു http://localhost:/8080 ഇത് നമ്മുടെ റൂട്ട് URL ആണ് വിത്ത് പോർട്ട്. അപ്പോൾ 8080/ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ യൂസേഴ്സിനും ആക്സെപ്റ്റ് അതായത് എല്ലാ യൂസേഴ്സിനും ഈ പർട്ടിക്കുലർ URL ആക്സസ് ചെയ്യാം എന്നാണ് നമ്മുടെ ഒരു കണ്ടീഷൻ. ഇപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഇത് 8080/മാനേജർ എന്നാണെങ്കിൽ മാനേജറിന് മാത്രമേ അതായത് മാനേജർ റോളുള്ള യൂസറിന് മാത്രമേ അത് ആക്സസ് ചെയ്യത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മളുടെ രണ്ടാമത്തെ കണ്ടീഷൻ. ഈ കണ്ടീഷനെല്ലാം നമ്മളൊരു സാമ്പിളിനായിട്ട് നമ്മൾ പറയുന്നതാണ്. മൂന്നാമതായിട്ട് localhost:/8080/user എന്ന് പറഞ്ഞ ഒരു URL നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞാൽ അതായത് യൂസർ റോളും അതുപോലെ തന്നെ മാനേജർ റോളുമുള്ള
എല്ലാ യൂസേഴ്സിനും ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു നാലാമതായിട്ട് ഹോം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് മാപ്പിംഗ് URL നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോലെ എല്ലാ യൂസേഴ്സിനും ആക്സസ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഒരു റിക്വസ്റ്റ് മാപ്പിംഗ് URL ആണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്, ഹോം എന്നതുകൊണ്ട്. നമ്മൾ ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ കൺട്രോളർ ക്ലാസ്സിൽ നമ്മൾ ഓരോ മെത്തേഡ് എഴുതിയിട്ടുള്ളത്. /മാനേജർ /യൂസർ /ഹോം ഈ 4 റിക്വസ്റ്റ് മാപ്പിങ്ങിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ 4 മെത്തേഡും എഴുതിയിട്ടുണ്ട്. അതായത് സ്ലാഷ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഓൾ യൂസേഴ്സ്, /യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് യൂസർ, ഇങ്ങനെ ഓരോ മെത്തേഡും കോളാവും. അതിൽ നിന്ന് എല്ലാം നമ്മളൊരു ജസ്റ്റ് ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി കോൺഫിഗറേഷൻ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ പ്രീവിയസ് എക്സാമ്പിൾ നമ്മൾ കണ്ട പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എനേബിൾ വെബ് സെക്യൂരിറ്റി അനോട്ടേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ വെബ് സെക്യൂരിറ്റി കോൺഫിഗർ അഡാപ്റ്റർ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഓതൻറ്റിക്കേഷനായിട്ട് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇതിനു മുമ്പത്തെ എക്സാമ്പിളിൽ കണ്ടതാണ്. കോൺഫിഗർ മെത്തേഡ് ഓവർ റൈഡ് ചെയ്ത് ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിൽ 2 യൂസേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് നമുക്ക് അതുപോലെ തന്നെ വെക്കാം. ഈ യൂസേഴ്സിനെയാണ് നമ്മൾ ഈ എക്സാമ്പിളിൽ യൂസ് ചെയ്യുന്നത് ഓതൻറ്റിക്കേഷനായിട്ട്. ഇനി നമ്മൾ ഓതറൈസേഷനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓതറൈസേഷന് വേണ്ടിയിട്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു കോൺഫിഗർ എന്ന് പറഞ്ഞൊരു മെത്തേഡിനെയാണ് നമ്മൾ ഓവർ റൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ HTTP സെക്യൂരിറ്റിയാണ് ഒരു പാരാമീറ്ററായിട്ട് പാസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഓതറൈസേഷൻ്റെ മെത്തേഡിൽ HTTP സെക്യൂരിറ്റി മെത്തേഡും അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷൻ ഉള്ളത് ഓതൻറ്റിക്കേഷൻ മാനേജർ ബിൽഡർ മെത്തേഡുമാണ് നമ്മൾ പറഞ്ഞു. രണ്ടും കോൺഫിഗർ മെത്തേഡാണ് ഓവർ റൈഡ് ചെയ്തിരിക്കുന്നതെങ്കിലും അതിൽ പാസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റർ വ്യത്യാസമുണ്ട്. ഇതിലിപ്പോൾ HTTP സെക്യൂരിറ്റി ക്ലാസ് പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഇവിടെ, അതിൻ്റെ ഒരു ഇൻസ്റ്റൻസിലാണ് നമ്മൾ ഓതറൈസേഷൻ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. HTTP സെക്യൂരിറ്റി HTTP എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ് വേരിയബിളിൽ ഓബ്ജക്റ്റിൽ. അപ്പോൾ നമ്മളിവിടെ ഓതറൈസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഓതറൈസേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഓതൻറ്റിക്കേഷൻ എങ്ങനെയായിരുന്നു? ഇൻ മെമ്മറി ഓതൻറ്റിക്കേഷൻ, അതുപോലെ തന്നെ JDBC ഓതൻറ്റിക്കേഷൻ, LDAP ഓതൻറ്റിക്കേഷൻ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ ഓതറൈസ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഓതറൈസേഷനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാം ഇത് ആൻഡ് മാച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ 4 കണ്ടീഷൻ നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാമിൻ്റെ 4 കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. 4 ഡിഫറൻറ്റ് റിക്വസ്റ്റ് മാപ്പിങ്ങിനും ഓരോരോ ഡിഫറൻറ്റ് റോളുകളാണ് നമ്മൾ അസൈൻ ചെയ്തിരുന്നത്. അതായത് /മാനേജർ എന്നാണ് URL വരുന്നതെങ്കിൽ അതിൽ അഡ്മിൻ അല്ല, അത് മാനേജർ, അതായത് മാനേജർ റോളിലുള്ള ആൾക്ക് മാത്രമേ /മാനേജർ എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് മാപ്പിംഗ് വന്നാൽ അത് ആക്സസ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ആദ്യത്തെ ആൻഡ് മാച്ചേഴ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? മാനേജർ റോളിലുള്ളത് അരുൺ മാനേജർ റോളിലുള്ളതാണ് അല്ലേ. പിന്നെ അടുത്തതാണ് /യൂസർ എന്ന് ഏതെങ്കിലും ഈ റിക്വസ്റ്റ് മാപ്പിംഗ് വരുവാണെങ്കിൽ അത് യൂസറിന് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുക, അതായത് യൂസർ റോളിലുള്ള ഏതെങ്കിലും ഒരു യൂസറിന് മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ ഇവിടെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന അനു എന്ന് പറഞ്ഞിരിക്കുന്ന യൂസർ നെയിമിന് റോള് യൂസറാണ് അല്ലേ. ഓക്കെ, നമ്മളിപ്പോൾ അത് ആഡ് ചെയ്യുകയാണ്. അതായത് യൂസർ എന്ന് റിക്വസ്റ്റ് മാപ്പിംഗ് വന്നാൽ മാനേജർ റോളിലുള്ള ആൾക്കും ആക്സസ് ചെയ്യാം, യൂസർ റോളിലുള്ള ആൾക്കും ആക്സസ് ചെയ്യാം. അങ്ങനെയല്ല നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അതെ, യൂസർ റോളിലുള്ളതും മാനേജർ റോളിലുള്ള ആൾക്കും ആക്സസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാസ് എനി റോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഹാസ് എനി റോൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും റോൾ, ഈ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് റോളുള്ള ആൾക്കും അത് ആക്സസ് ചെയ്യാം. അപ്പോൾ ഒരു റോള് മാത്രമേ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ നമ്മൾ ഹാസ് റോളാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും മൾട്ടിപ്പിൾ റോളിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്യാനാണെങ്കിൽ ഹാസ് എനി റോളിൽ നിന്ന് നമുക്ക് കൊടുക്കും. അതുപോലെ നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞ് ഫസ്റ്റ് എൻട്രി ഉണ്ടല്ലോ, അതായത് എല്ലാ യൂസേഴ്സിനും ആക്സസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്നതാണ് പെർമിറ്റ് ഓൾ എന്നാണ് നമ്മൾ മെത്തേഡ് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം യൂസേഴ്സ്
ആൻഡ് അഡ്മിൻ റോൾ. അഡ്മിൻ എന്ന് പറഞ്ഞൊരു റോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റോളിലുള്ള ആൾക്കും ഈ സ്ലാഷിന്ന് റിക്വസ്റ്റ് മാപ്പിംഗ് വരുവാണെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള അതോറിറ്റി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ ചുമ്മാ ഡിഫൈൻ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം, പക്ഷേ ഇതിവിടെ അത് മാച്ചിങ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ആ കൊടുക്കുന്ന റോൾസെല്ലാം ഇവിടെയും മാച്ചിങ് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോൺഫിഗർ മെത്തേഡിൽ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ വേറൊരു യൂസറെ ആഡ് ചെയ്യുവാണ്. അതായത് നമ്മളിപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞൊരു റോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ആ അഡ്മിൻ എന്ന് പറഞ്ഞൊരു റോളിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അജിത്ത് എന്ന് പറഞ്ഞൊരു യൂസറെ ആഡ് ചെയ്യുവാണ്. പാസ്വേഡ് സെയിം പാസ്വേഡ് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റോള് മാത്രം ഞാൻ ഇതിൽ നിന്ന് ചേഞ്ച് ചെയ്യാണ്. റോള് ഇപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ഒരു ലേബറർ എന്ന് പറഞ്ഞൊരു റോളാണ് ആഡ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ കാണാം അതിൻ്റെ ഫോം ലോഗിൻ കൊടുത്തു. അതായത് ഇപ്പോൾ ഇതൊരു ഫോം ലോഗിൻ സെക്യൂരിറ്റിയിലെ ഫോം ലോഗിനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പഴയ എക്സാമ്പിളിൽ കൊടുത്ത പോലെ തന്നെ പാസ്വേഡ് എൻകോഡർ, ഈ പാസ്വേഡിനെ നമ്മൾ നോ ഓപ്സ് പാസ്വേഡ് എൻകോഡർ യൂസ് ചെയ്തിട്ടാണ് എൻകോഡ് ചെയ്യുന്നത്. അതായത് പ്ലെയിൻ ടെക്സ്റ്റിൽ തന്നെയാണ് നമ്മൾ അയക്കുന്നത്. ഇനി നമുക്കിത് ആപ്ലിക്കേഷൻ ഒന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്ത ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മളിപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് http://localhost:8080. അതാണ് നമ്മുടെ ഈ പ്രോഗ്രാം റൺ ചെയ്യുന്ന ഹോസ്റ്റ് നെയിമും അതുപോലെ പോർട്ടും. സ്ലാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ. ഓക്കെ, അതായത് ഇതിൻ്റെ അർത്ഥം യൂസേഴ്സ് വിത്ത് യൂസിങ്, അതായത് യൂസർ എന്ന റോളും മാനേജർ എന്ന റോളുമുള്ള ആർക്ക് വേണമെങ്കിലും ഇത് ആക്സസ് ചെയ്യാമെന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അല്ലേ? ഇനി നമുക്ക് ബ്രൗസറിൽ നമുക്കിവിടെ നോക്കാം സ്ലാഷിന് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ അനു എന്ന് പറഞ്ഞൊരു യൂസറുണ്ട്. അതിൻ്റെ റോള് യൂസർ എന്ന് പറഞ്ഞ റോളാണ്. അതുപോലെ തന്നെ അരുൺ എന്ന് പറഞ്ഞത് മാനേജർ റോളാണ്. അതായത് ഈ രണ്ടു പേർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം, അല്ലേ? നമുക്കിവിടെ ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട് 8080 പോർട്ടിൽ. നമ്മളിപ്പോൾ ഇവിടെ ലോഗിൻ പേജ് വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏത് രണ്ട് യൂസറായിരുന്നു പറഞ്ഞിരുന്നത്? അനു എന്ന് പറഞ്ഞ യൂസറും അരുൺ എന്ന് പറഞ്ഞ യൂസറിനും ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ അനു എന്ന് പറഞ്ഞ യൂസറിൻ്റെ പാസ്വേഡ് എന്ന് തന്നെയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, യൂസർ ആൻഡ് അഡ്മിൻ ഇങ്ങനെയാണ് നമ്മൾ ആ മെത്തേഡിൻ്റെ അകത്ത് കൊടുത്തിരുന്നത്. അതായത് ആക്സസ് ആകുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ യൂസർ റോളിലുള്ള ഒരാൾ, അതായത് അനു, ഈ ലോഗിൻ ചെയ്തപ്പോൾ അത് ആക്സസ് ആകുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കൊടുത്തിരുന്നത്. ഇതാണ് അവിടെ പ്രിൻ്റ് ആയത്, യൂസർ ആൻഡ് അഡ്മിൻ. അത് ഗെറ്റ് ഓൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ മെത്തേഡിനെയാണ് കോൾ ആകുന്നത്. ഗെറ്റ് മാപ്പിംഗ് സ്ലാഷ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കാം. ഇപ്പോൾ ഈ പർട്ടിക്കുലർ യൂസറിനെ ലോഗൗട്ട് ചെയ്യാൻ വേണ്ടി /ലോഗൗട്ട് എന്ന് എൻ്റർ ചെയ്യുക. അപ്പോൾ സ്ക്രീൻ വരും. നമുക്കിപ്പോൾ ലോഗൗട്ട് ചെയ്തു, ആ പർട്ടിക്കുലർ യൂസറിനെ ലോഗൗട്ട് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും കൊടുക്കുവാണ്, ലോഗിൻ അല്ല, / എന്ന് കൊടുക്കുവാണ്. അപ്പോൾ വീണ്ടും വന്നു. നമ്മൾ അടുത്ത യൂസർ അരുൺ എന്ന് പറഞ്ഞ യൂസറിനെ കൊടുക്കുന്നു. അതുപോലെ തന്നെ അരുൺ എന്ന യൂസറിൻ്റെ പാസ്വേഡ് തന്നെയാണ് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡ് ചെയ്ത് ഫോർബിഡൻ ആയിട്ട് വന്നു. ഫോർബിഡൻ എന്ന് പറഞ്ഞാൽ ആ യൂസറിന് ആക്സസ് ഇല്ല എന്നാണ്. അരുൺ എന്ന് പറഞ്ഞ യൂസറിന് ആക്സസ് ഇല്ല എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അരുൺ എന്ന് പറഞ്ഞ യൂസറിന് ആക്സസ് ഇല്ല എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെന്താണ് അങ്ങനെ വന്നിരിക്കുന്നതെന്ന്. ഇപ്പോൾ / എന്ന് പറഞ്ഞ URL ആണ് നമ്മൾ കൊടുത്തത്. ഓക്കെ, നമ്മളിവിടെ അരുൺ എന്ന് പറഞ്ഞ റോളിന് നമ്മൾ മാനേജർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂസറും അഡ്മിനുമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അഡ്മിൻ റോളിലും യൂസർ റോളിലുള്ള ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മുകളിൽ അരുൺ എന്ന് പറഞ്ഞ യൂസറിൻ്റെ റോള് കൊടുത്തിരിക്കുന്നത് മാനേജർ എന്നാണ്. അതുകൊണ്ടാണ് അത് വർക്കാകാത്തത്.
ആ യൂസറിനെ നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ വീണ്ടും മാനേജറിന് കൊടുക്കുകയാണ്. അപ്പോൾ മാനേജർ റോളിലുള്ള ആരാണ് നമുക്കുള്ളത്? നമുക്കിവിടെ നോക്കാം. മാനേജർ റോളിലുള്ളത് അരുണാണ്. മാനേജർ റോളിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അരുണിനെ വെച്ച് ലോഗിൻ ചെയ്ത് നോക്കാം. അല്ല, നമുക്ക് ആദ്യം മാനേജർ റോളിൽ അല്ലാത്ത ഒരാളെ വെച്ച് നോക്കാം. അതാണ് അജിത്ത്. ഓക്കെ, ഇപ്പോൾ ഇത് ഫോർബിഡൻ ആണ്. അതായത് അജിത്തിന് മാനേജർ റോൾ ആക്സസ് ചെയ്യാനുള്ള ആക്സസ് ഇല്ല എന്ന്. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ളത്, അതായത് അരുൺ മാനേജർ റോളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇത് വെച്ച് നമുക്ക് ഇപ്പം നോക്കാം. യൂസറിനെ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുകയാണ്. മാനേജറിന് എൻ്റർ ചെയ്തു. വീണ്ടും ലോഗിൻ പേജിലേക്ക് റീഡയറക്റ്റായി. നമ്മൾ കറക്റ്റായിട്ടുള്ള യൂസർ അരുൺ വെച്ച് സൈൻ ഇൻ ചെയ്യുകയാണ്. ഇത് സൈൻ ഇൻ ആവണം. ഓക്കെ, കറക്റ്റ് സൈൻ ഇൻ ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്പ്രിംഗ് സെക്യൂരിറ്റിയിലെ ഓരോ റോളുകൾ ഇത് വർക്കാവുന്നത്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആൻറ്റി മാച്ചേഴ്സ് കൊടുക്കുമ്പം ഏറ്റവും റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള റിക്വസ്റ്റ് മാപ്പിംഗ് ആണ് നമ്മൾ ടോപ്പിൽ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അതിലും കുറച്ച് റെസ്ട്രിക്ഷൻ ഉള്ളത് കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഹൈറാർക്കിയിലാണ് വരേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.